ടാസ്കിനിടയ്ക്ക് ആദില, നൂറ, അനീഷ് ഇവർ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ ഈ ഫാക്ടറി ഉടമകളായിട്ടുള്ള അനീഷും ഷാനവാസും ആര്യനും ഒക്കെ ബോട്ടിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആദില വന്നിട്ട് അനീഷ് ജ്യൂസ് ഉണ്ടാക്കുന്ന ആ ഒരു ടേബിളിൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബോട്ടിലുകളൊക്കെ തട്ടിക്കളയുന്നു. നൂറയും വന്നിട്ട് ആ ബോട്ടിലുകളൊക്കെ തട്ടിക്കളയുന്നു. അപ്പോൾ അനീഷ് എന്ത് ചെയ്യുന്നു, അവിടെ അനീഷിൻ്റെ അടുത്ത് ഇരിക്കുന്ന വെള്ളം എടുത്ത് ഇവരുടെ രണ്ടുപേരുടെ മേത്തൊഴിക്കുകയാണ്. അതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ആദില എന്ത് ചെയ്യുന്നു, ആ മൊത്തം വെള്ളത്തിൽ കൈയിട്ടിളക്കി അത് മുഴുവനും കമിഴ്ത്തി കളയാണ്. ഇതിവിടെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടോ അയാളെ പ്രൊവോക്ക് ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ആർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ഇത് ആദില പല സമയത്തും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്, ഇപ്പോൾ 2 ആഴ്ചയായിട്ട് അനീഷിൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പല കാര്യങ്ങളിലും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും അനീഷിനെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലാണ് ആദിലേൻ്റെ പല പെരുമാറ്റങ്ങളും ഉള്ളത്. ഇന്ന് രാവിലെ തന്നെ അനീഷും ആദിലയും തമ്മിലുള്ളൊരു ഇഷ്യൂവിൽ, അനീഷും ആദിലയൊക്കെ വെസൽ ടീമിലുള്ളതാണ്. അനീഷാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ആദിലയ്ക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് പാത്രം കഴുകേണ്ട ഡ്യൂട്ടി ഉള്ളത്. അനീഷിനും ജിസേലിനുമാണ് രാവിലത്തെ പാത്രം കഴുകേണ്ടത്, ഈ ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന സമയങ്ങളിൽ. പക്ഷേ അത് ആദില സമ്മതിക്കത്തില്ല. ആദില പറയുന്ന ആദില എല്ലാ ദിവസവും രാവിലെയുള്ള പാത്രങ്ങൾ മാത്രമേ കഴുകുള്ളൂ, ഉച്ചയ്ക്കും കഴുകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ പാത്രം ഉള്ളത്. അപ്പോൾ ഒരേ ആൾക്കാർ തന്നെ ഉച്ചയ്ക്ക് കഴുകേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് മാത്രം ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഓൾട്ടർനേറ്റീവായിട്ട് ഇന്ന് രാവിലെ കഴുകുന്ന ആൾക്കാർ പിന്നീട് ഉച്ചയ്ക്ക് കഴുകുന്ന ആൾക്കാർ പിറ്റേ ദിവസം രാവിലെ അങ്ങനെ വെച്ചിരുന്നത്. അത് ആദിലയ്ക്ക് പറ്റില്ല. ഈ ഗ്രൂപ്പിലുള്ള ജിഷിനായാലും ജിസേലിനായാലും ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, എന്നാലും ആദിലയ്ക്ക് മാത്രം അത് പറ്റില്ല. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് അതും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ പല കാര്യത്തിനും ഓവറായിട്ട് ഒരു പരിധിക്കപ്പുറമാണ് ആദില അനീഷിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആദിലേൻ്റെ ഒരു ഗെയിമായിട്ട് കണ്ട് ഇത്തരത്തിലൊരാളെ ഈ എന്താണ് പറയുന്നത്, ഒരുമാതിരി വെറുപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടും അത് ഒരു ഗെയിമായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആദിലയ്ക്ക് വോട്ട് ചെയ്യാം. എനിക്ക് എന്തായാലും അത് പറ്റുന്നില്ല. എനിക്ക് ആദിലേൻ്റെ പെരുമാറ്റം കാണുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടും വെറുപ്പിക്കലുമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.